ഹായ് ഗെയ്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോ ഇന്നൊരു പുതിയ വീഡിയോ എടുക്കാമെന്ന് വെച്ച് എൻ്റെ കൂടെ വേറൊരുത്തരം കൂടെ ഉണ്ട്. അതിൻ്റെ പുറകെ വരുന്നുണ്ട്. ഞങ്ങൾ ചൂണ്ടയിടാൻ വേണ്ടി പോവാണ്. കിട്ടുമെന്നൊന്നും തോന്നുന്നില്ല, എന്നാലും ജസ്റ്റ് ചുമ്മാ ഒന്ന് ചൂണ്ടയിടാമെന്ന് വെച്ച് നോക്കട്ടെ. കുറച്ച് പോകണം ചൂണ്ടയിടാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, കാട്ടിക്കൂടെ നടന്നുകൊണ്ടിരിക്കുക. കാടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റോഡിൽ കയറി. ഇനി റോഡിൽ കൂടെ നടന്ന് ഈ റോഡിൻ്റെ അങ്ങേയറ്റത്തെത്തണം. അവിടെ ഉള്ളു കുറച്ച് വെള്ളം, മീനൊക്കെ അവിടെ ഉള്ളത്. ഇനി അവിടെ പോയി വേണം മീൻ പിടിക്കാൻ. എന്താ സൂപ്പർ സ്ഥലമല്ലേ. എങ്ങോട്ട് നോക്കിയാലും വെള്ളം മാത്രമേ ഉള്ളല്ലേ. മീൻ വല്ലതും കിട്ടുമോടാ ഇന്ന്? ചൂണ്ടയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇന്ന് മീനെ പിടിച്ച് തകർക്കുമെന്നും പറഞ്ഞാണ് വരുന്നത്. കിട്ടുവോടാ? എന്തായാലും നടക്കട്ടെ, അങ്ങോട്ട് പതുക്കെ പതുക്കെ നടന്ന് അങ്ങ് ചെല്ലണം. ഇവിടുത്തെ വീടൊക്കെ ഇരിക്കുന്നുണ്ടോ? വെള്ളപ്പൊക്കം കാരണം ഇങ്ങനെയൊക്കെ പണിയേണ്ടി വരുന്നത്. വെള്ളം പൊങ്ങിയ വീട്ടിൽ കയറരുത്, അതിന് വേണ്ടിയിട്ടാണ് താഴെ പില്ലറിൽ വീട് വെച്ചേക്കുന്നത്. ഇതെന്താ വലിയൊരു കണ്ടമാണ്. ഇവിടെയൊക്കെ നേരത്തെ മീനുണ്ടായിരുന്നു, പക്ഷേ ഇത് മഴവെള്ളം കയറി കിടക്കുന്നത്. ഒന്ന് പറ്റിച്ചതാണ് ഇവിടെയൊക്കെ വെള്ളം. പിന്നെ മഴ പെയ്ത് വെള്ളം കയറിയത്. ആഹാ, നമ്മൾ ചൂണ്ടണ ഏതാണ്ട് ഫുള്ള് മീൻപിടുത്തക്കാരാണല്ലോ മൊത്തം. അവിടെ നിന്ന് ഇടുന്നുണ്ട്. ഇങ്ങനെ നടന്ന് അടുത്ത പാലത്തിൻ്റെ അവിടെ എത്താറ്. ഏതാണ്ട് അവിടെ നിന്ന് നടന്നു വന്നേ അടുത്ത പാലം. ഒരു വൈകിട്ട് 5:30-6 മണിയൊക്കെ ആവാറാകുമ്പോൾ ഇവിടെയൊക്കെ വന്നിരിക്കണം. സൂപ്പറാണ്. ഇവിടുന്ന് കൊണ്ട് അങ്ങോട്ടൊക്കെ നോക്കിയിരിക്കണം. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുന്നതൊക്കെ നോക്കി പൊളി വൈബായിരിക്കും. ഇനി നടന്ന് ഇവിടുന്ന് നടന്ന് അങ്ങ് പോകണം. അങ്ങ് പോയി അറ്റത്ത് പോകണം. മോട്ടർ തറയുണ്ട്. മോട്ടർ തറയുടെ ചാലിൽ വേണം പോയിടാൻ. ഇന്ന് മീനെ പിടിച്ച് തകർക്ക് വേണ്ടു. അത് എന്തോ അത് സംഭവം? അതിൻ്റെ മുകളിലെന്തോ ഫാനോ? അതൊന്നില്ല അങ്ങനെ വെച്ചേക്കുന്നത്. ചുമ്മാ വെച്ചേക്കുന്ന ഞാൻ തോന്നല്ലേ. രാത്രിയും ലൈറ്റ് കത്തുമോ അതിനകത്ത്? ഹെലികോപ്റ്ററിനകത്ത് ഇവിടൊക്കെ മീനൊക്കെ എന്തോ പറ്റിക്കുന്നതിന് മുന്നേ ഇഷ്ടം പോലെ മീനൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇതിപ്പോൾ അവർ പറ്റിച്ച് ട്രാക്ടറൊക്കെ ഇട്ടടിച്ച് പിന്നെ മഴ പെയ്തപ്പം ഇത്ര വെള്ളം കയറിയതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇതിനകത്ത് മീനൊന്നും ഇല്ല. ഇത് ട്രാക്ടറൊക്കെ അടിക്കുന്നതിന് മുന്നേ ഇഷ്ടംപോലെ മീനുണ്ടായിരുന്ന സ്ഥലമാണ് ഇതൊക്കെ. നടന്നെത്താറായി. എന്നിട്ട് ഇത്രയും ദൂരം നടന്നു വന്നു. ഇനി കുറച്ചുകൂടെ നടക്കണം. ഹലോ, ഇങ്ങനെ തേങ്ങ നിൽക്കുന്നുണ്ടോ? കയ്യെത്തുന്ന ദൂരത്താണ് തേങ്ങ കൈക്കൊക്കെ നിൽക്കുന്നത്. എന്തോ വെടിവെക്കാൻ പോകും. ഇതുണ്ട് ഇവിടുത്തെ കണ്ടത്തിലോട്ട് വെള്ളം കയറ്റുന്ന ഒരു ചാലാണ്. അതുകൊണ്ട് അതിലും വഴി ഈ പാലത്തിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ വരുന്ന വെള്ളം.
ഓരോ വല എങ്ങാണ്ട് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കാം അങ്ങോട്ട് തുടങ്ങി. വലയൊന്നും ഇല്ല ഗൈസ്. അവിടെ വെക്കത്തുള്ളൂ വല, അവിടെ വലയൊന്നും ഇല്ല. ചില സമയത്ത് ചെല്ലുമ്പോൾ ഇഷ്ടംപോലെ മീനൊക്കെ ഇറങ്ങി വരും. ഇപ്പോൾ വല വെച്ച് കഴിഞ്ഞാൽ കുറേ കിട്ടുന്നത് പരലും തൂളിയൊക്കെ, ചിലപ്പം വലിയ മീനൊക്കെ കാണും. വാ നീ എന്ത് വിളിക്കും, ഇവിടെ ചൂണ്ടയിടുന്നു. എന്നെ ലുക്കാണ് നോക്കി, എന്നെ വ്യൂ ആണ് കണ്ടോ. ഇതാണ് കുട്ടനാടിൻ്റെ പ്രത്യേകത. ചില സ്ഥലത്ത് ഭയങ്കര വ്യൂ ആണ്. കിടക്കുന്ന ഒരു കരിക്ക് കിടക്കുന്നു. എന്തോ എന്തു പറഞ്ഞേ? കാരണം നിന്റെ കൂട്ടുകാരൻ നിൽക്കുന്നു. അപ്പോൾ നിന്റെ കൂട്ടുകാരൻ എത്തി ഗൈസ്. സ്ഥലമെത്തി ചൂണ്ടയിടാനുള്ള സ്ഥലമെത്തി. ഇനി ഒരു കുറച്ച് ദൂരം പോയാൽ ചൂണ്ടയിടാനുള്ള സ്ഥലമെത്തും. പിന്നെ നീണ്ടു നിവർന്ന് ഇങ്ങനെ ഒരു തോട് പോലെ കിടക്കുക. അവിടെ പോയി ചുമ്മാ ഇറങ്ങി നോക്കാം. കിട്ടി. എല്ലാം കിട്ടുവാടാ. നിനക്ക് ഇതിന് മുന്നേ എത്ര മീൻ കിട്ടിയിട്ടുണ്ടാ? വലുതായിരുന്നു. പോയി ഇട്ട് നോക്കട്ടെ. ഓ, ഇവിടാണ് ചൂണ്ടയിടാൻ വേണ്ടി വന്നത്. കണ്ട അവിടെ ഒരു മോട്ടറുണ്ട്. അവിടെ നിന്നാണ് വെള്ളം അടിച്ച് തോട്ടിലോട്ട് വിടുന്നത്. ഇതെന്തോന്ന് വല കെട്ടി വെച്ചേക്കുവാണ്. ഒറ്റ മീൻ പോലും പോരെന്ന് പറഞ്ഞ് ഞാണ്ട് കെട്ടി വെച്ചു തന്നു. എല്ലാം കഴിയുമ്പം മോട്ടറിനൊക്കെ അങ്ങോട്ട് പോയി കാണിക്കാം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ചൂണ്ടയിട്ട് നോക്കട്ടെ. അറിയാ ഇവിടെ ഒന്നും കാണത്തില്ല. കുറച്ചങ്ങോട്ട് മാറിയിട്ടൊന്നിട്ട് നോക്കാം. ഇവിടെ ഇങ്ങനെ മീൻ കുറവായിരിക്കും. ചിലപ്പോൾ അവിടെ കാണുമായിരിക്കും. ഇച്ചിരി അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി നോക്കാം. ചിലപ്പോൾ കിട്ടിയാലോ എന്തേലും. ഇത് കണ്ടോ, ഇവിടൊക്കെ ഇതുണ്ടോ, ഓല കൊണ്ട് ഇട്ടേക്കുന്നുണ്ടോ. ഇങ്ങനത്തെ തടമൊക്കെ ഉണ്ടാക്കി ഓല കൊണ്ട് ഇങ്ങനെ മറിച്ചിട്ട് അവിടെ വലിയ മീനൊക്കെ വന്നേ ഇങ്ങനെ നിൽക്കും. അവർക്ക് പിന്നെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇച്ചിരി വെള്ളം പറ്റി കഴിയുമ്പോഴേ ചാലിറങ്ങി പിന്നെ മീൻ തപ്പലായിരിക്കും ഈ വഴി എല്ലാവർക്കും. ഇതൊക്കെ കണ്ടതിൻ്റെ നടുക്ക് പോത്ത്, എരുമ,
ഉണ്ട്. താറാവ് എല്ലാം ഉണ്ട്. അതിനകത്തൊക്കെ ഇഷ്ടം പോലെ മീൻ കാണുന്നുണ്ടോ. അവിടെ തോരത്തിരുന്ന് ചൂണ്ടിടുന്നുണ്ട്. ഇതൊക്കെ നല്ല സൂപ്പർ സ്ഥലമാണ് ഇതൊക്കെ. ഓ ഓ ഓ ഓ അയ്യോ പണിപ്പാ കടിയോ. ഹലോ എന്തെടുക്കുവാണ്. ചൂണ്ടയിടൽ തന്നെയാണ്. ഫുള്ള് താറാവ് ഈ കിടക്കുന്ന ആ താറാവില്ല. കണ്ടപ്പോൾ ഫുള്ള് താറാവ്. പോ ഓ നടന്നു പോകാതിരുന്നു. ഇവിടെ തുറക്കുന്നുണ്ട്. ഇവിടെ ഇത് തുറക്കാളോ. ഇല്ലോ അയക്കടാ. ആ ഓക്കെ ഊര്. ഞങ്ങൾ കുറേ കിട്ടു നോക്കി. മീനെല്ലാം ഓടി രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ ചൂണ്ടയിട്ട് വരുന്നത് കണ്ട്. ഇവിടെ മൊത്തം ചൂണ്ടക്കാരും മീൻപിടുത്തക്കാരും ഒക്കെ ആയാലും എല്ലാം പിടിച്ച് തീർത്തെന്ന് തോന്നുന്നു. ഒറ്റ മീൻ പോലും കാണാനില്ല. അവിടെ ഇവിടെ കിടന്ന് അടിക്കുന്നുണ്ട് മീനൊക്കെ, വെള്ളമൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഒന്നും അങ്ങോട്ട് കിട്ടുന്നില്ല. ഇനിയിപ്പോൾ തിരിച്ചു പോവുക. ഒരു ഉപ്പക്കുഞ്ഞിനെ പോലും കിട്ടിയില്ല. മറ്റേ ആ മോട്ടോർ തറയിലും കൂടെ പോയിട്ട് വരാം. മോട്ടോർ തറ അവിടെ അടുത്ത് വരെ പോയിട്ട് വരാം. അവിടെ ഒരമ്മച്ചിയൊക്കെ നിന്ന് ഇടുന്നുണ്ട്. അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. മോട്ടോർ തറ വരെ പോയിട്ട് വരാം. റോഡ് ഫുള്ള് കുളമായി കിടക്കുക. അങ്ങോട്ടുള്ള അവസ്ഥ. ഇതാണ് മോട്ടോർ തറ. വെള്ളം പോകുന്ന കണ്ടോ. ഇതിനകത്ത് വെള്ളമെല്ലാം കൂടെ പറ്റിച്ച് തോട്ടിലോട്ടാണ് വിടുന്നത്. ഇനി കുറേ നാൾ ഈ വെള്ളത്തിലൂടെ പറയുമ്പോൾ തോടലോടെ കലങ്ങി മറിയും. ഒരു ഉപയോഗമില്ലാത്ത വെള്ളമായിട്ടുണ്ട്. കറുത്ത് കിടക്കുന്ന കാണാം വെള്ളമൊക്കെ തോട്ടിൽ. ഇതിൻ്റെ അടിയിലൊക്കെ മീൻ കാണും ചിലപ്പോൾ. എന്തുകൊണ്ടോ മീൻ നിൽക്കുന്നുണ്ടോ. കുഞ്ഞു മീനൊക്കെ. പൊടിമീൻ. ഇവിടുത്തെ ശരിക്കും ഇവിടുത്തെ വെള്ളം പറ്റും. ഇവിടുത്തെ വെള്ളം ശരിക്കും പറ്റി കഴിയുമ്പോൾ ഇവിടെ ഒരു മീൻതപ്പലുണ്ട്. ഈ ചാലിയെല്ലാം വന്ന് നോക്കണം. ഇഷ്ടം പോലെ മീൻ കാണും.
ഓ, എല്ലാം കൂടെ വന്ന് തോട്ടിലോട്ടാണ് ചാടുന്നത്. ഇത് 2 ദിവസം കൂടെ കഴിയട്ടെ. ഈ തോടിൻ്റെ വെള്ളത്തിൻ്റെ കളറ് കാണണം. ആ, കറുത്തിരുന്ന് കിടക്കുന്ന കാണാം വെള്ളം. ഇനിയിപ്പോൾ തിരിച്ചു പോട്ടെ, ഇനി വീട്ടിൽ പോവാം. മീനൊന്നും കിട്ടിയില്ല, വെറും കയ്യോടെ പിന്നെ തിരിച്ചു പോവാ. ഇനിയിപ്പോൾ വീട്ടിൽ പോട്ടെ. ഓക്കെ, ബൈ. ഒരു രാജ കൊടുത്തേക്ക്. ഓക്കെ ഗൈസ്. തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. കഴിഞ്ഞെത്തുനിന്ന് കാണിച്ചാൽ വ്യൂ ഉണ്ടോ? സൂര്യൻ അസ്തമിച്ചെന്ന് തോന്നുന്നു. അസ്തമിച്ച് മേഘക്കിടലാണെന്ന് തോന്നുന്നു. വ്യൂ ഉണ്ടോ? ഞങ്ങൾ മിക്കപ്പോഴും വൈകിട്ട് സന്ധ്യയാവുന്ന നേരത്തൊക്കെ ഇവിടെയൊക്കെ വന്നിരിക്കാറുണ്ട്. നല്ല രസമാണ്. ചെറിയ കാറ്റൊക്കെ ഉണ്ട്, തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമായിരിക്കും ഇവിടെയൊക്കെ നോക്കി.